നിസ്കരിക്കാൻ മടിയുള്ള ചില ആൾക്കാർ പറയും, ഞങ്ങളിപ്പോൾ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മർത്തബയിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. അങ്ങനെ ഒരു മർത്തബല്ല. അങ്ങനെ ഒരു മർത്തബ ഉണ്ടാകണമെങ്കിൽ ലോകത്ത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉണ്ടാകും. അതിൽ വേറെ മർത്തബ നമ്മുടെ ആർക്കുമില്ല, അക്മലായ മർത്തബ. പിന്നെ ഏതെങ്കിലും മജ്നൂനായ മജ്ദൂബായ ആൾക്കാർ പറഞ്ഞു അത് നമ്മൾ തെളിവിനെടുക്കാനും പറ്റൂല. അവരെ നമ്മളങ്ങനെ തള്ളണ്ട, അവരെ നമ്മൾ കൊള്ളാനും പോകണ്ട, അവരവരെ വഴിക്ക് വിട്ടേക്കുക. സ്വീകരിക്കേണ്ട ആൾക്കാരല്ല. അവർ നല്ലവരാണ്, നമ്മളവരെ പറ്റി കുറ്റമൊന്നും പറയാൻ പാടില്ല, ഇകഴ്ത്താനും പാടില്ല. അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ള നമുക്ക് മാതൃക തെളിവല്ല, അവർ കുറ്റക്കാരുമല്ല. അവർ അള്ളാഹുവിൻ്റെ വഴിയിൽ അങ്ങനെ ലയിച്ചു ചേർന്നപ്പോൾ അവർക്ക് ചെറിയ നുക്സാനിയത്ത് പറ്റിയതാണ്, ജദ്ബിൻ്റെ ഹാല്. നമ്മളതുകൊണ്ട് അവരെ താഴ്ത്താനും പോകണ്ട, അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇത്തിബാ ചെയ്യാനും പോകണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയുണ്ട് ആൾക്കാർ. നിസ്കാരമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ. ചില ആൾക്കാർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ദിക്റില്ല മതി, അങ്ങനെയും പറഞ്ഞോളൂ. വല ദിക്റുല്ലാഹി അക്ബർ, ദിക്റാണ് വലുത്. എല്ലാത്തിനും ഖുർആനല്ലേ വല ദിക്റുല്ലാഹി അക്ബർ, അവരെ തെളിവാണ്. അല്ലാഹു തആല ദിക്റാണ് വലുത്, നിസ്കാരം എന്നല്ല വലുത്, ദിക്റില്ല മതി. എന്തെല്ലാം നിസ്കാരം എന്ന് ഒഴിവായി കിട്ടാൻ എന്തെല്ലാം സൂത്രങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്. നിസ്കാരത്തിൽ നല്ല കണിശത പാലിക്കണം, എന്നാൽ ജീവിതത്തിനുണ്ടാകുന്ന ബർക്കത്ത് വേറൊരു നിലക്കുണ്ടാകൂല. നിസ്കാരത്തിൽ വലിയ കണിശത പാലിച്ചിട്ട് വലിയ ബർക്കത്ത് കിട്ടിയ മഹാനല്ലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മളെപ്പോലെ നല്ല അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് 120 മക്കളുണ്ട്. പേരക്കുട്ടികളെ കൂട്ടിയിട്ടല്ല, സ്വന്തം മക്കളെ. പേരക്കുട്ടികളെ കൂട്ടിയാൽ ഒരു മഹൽ ജമാഅത്ത് 2-3 ഉണ്ടാവും. ഇത് സ്വന്തം മക്കളെ പറഞ്ഞേ. അത്രയും മക്കളിലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അള്ളാഹു കൊടുത്ത ബർക്കത്ത് നോക്ക് നിങ്ങൾ. തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, ഇക്കൊല്ലം കാരക്ക കിട്ടുന്നത് കുറയൂട്ടോ. അതെന്താ കാരക്ക കുറയാൻ പാടില്ല, കാരണം ഇവർക്ക് ചെലവ് കൊടുക്കണ്ടേ, കുറച്ചാളൊന്നുമല്ലല്ലോ ഉള്ളത്. വെള്ളമല്ല മഴല്ല എന്ന് പറഞ്ഞു. മുസല്ലയെടുത്ത് മരുഭൂമിയിൽ വിരിച്ച് നിസ്കരിച്ചു 2 റക്അത്ത്. മഴയ്ക്ക് വേണ്ടിയതായിരുന്നു, പൊയ്ക്കോന്ന് പറഞ്ഞു. പോയി അവിടെ എത്തുമ്പോഴേക്ക് മഴ പെയ്തു. തോട്ടത്തിൽ, അത്തോട്ടത്തിൽ മാത്രം ഒരു മഴ. നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടിയതാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് സഹായം തേടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിസ്കാരം വലിയ ശ്രേഷ്ഠമായ അമലല്ലേ. അതിൽ പതിവായി മരിക്കും വരെ കൊണ്ടു നടക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒറ്റ നിസ്കാരവും വിടരുത്. അങ്ങനെ തന്നെ ശീലിപ്പിക്കണം നമ്മുടെ സന്താനങ്ങളെയും കുട്ടികളെയൊക്കെ അങ്ങനെ പരിപാലിച്ച് കൊണ്ടു നടക്കണം. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധയുള്ള ആളായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല റാഹത്തായി. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറയാതെ തന്നെ ശ്രദ്ധിച്ച് നിസ്കരിക്കുന്നവരാന്ന് പറഞ്ഞാൽ ഒരു ബാപ്പക്കും ഉമ്മക്കും അത് വലിയ റാഹത്താണ്. ചെറിയ കുട്ടികളെ നിസ്കരിപ്പിച്ച് പഠിപ്പിച്ച് ശീലിപ്പിച്ച് അവരെ നല്ലവരാക്കി, എന്നാൽ പിന്നെ നല്ല സ്വഭാവക്കാരായിരിക്കും. അവർ വേറെ ആളോടും വിദ്വേഷമോ അക്രമോ ഒന്നും ഉണ്ടാകില്ല. സ്നേഹത്തോടെ സ്വഭാവത്തോടെ വർത്തിക്കാനുള്ള വലിയ കഴിവ് നിസ്കരിക്കുന്നവർക്കുണ്ടാകും. നിസ്കരിക്കുന്ന വലിയ വലിയ മഹാന്മാരെ നിങ്ങൾ നോക്ക്, എല്ലാവരും സമ്മതിച്ചില്ലേ? അവർക്കൊരു കുഴപ്പമില്ല. എത്ര ആളായിരുന്നു ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു, തങ്ങളെ സമീപത്ത് വന്നവർ ആരൊക്കെ? എല്ലാവരും വന്നില്ലേ? ജീവിതത്തിൻ്റെ ശുദ്ധിയല്ലേ. അവിടുത്തെ ഹളറത്തിൽ വരാത്ത ഒരു മതക്കാരും ഇല്ല ഇവിടെ. എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവർക്കും സഹായം ചെയ്തിട്ടുണ്ട്. കാരണം ആ ജീവിതത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് എല്ലാവർക്കും, രോഗികളായ എത്ര ആളുകളെ കാണാൻ പറ്റും നമുക്ക്. അവിടെ വ്യത്യസ്ത ആളുകളെ കാണാൻ പറ്റും. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ട് ഖാജാ തങ്ങൾ, അവർക്കൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ ഖാജാ തങ്ങളിലുള്ള വലിയ പുണ്യം മനസ്സിലാക്കാൻ അവിടുത്തെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. നല്ല മനുഷ്യന്മാരാണ്, നല്ല ആളുകളാണ്. അങ്ങനെയല്ലേ മഹത്തുക്കൾക്കൊക്കെ വലിയ സ്ഥാനം കിട്ടിയത്. അതുകൊണ്ട് നിസ്കാരം ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, വളരെ കരുതലോടെ ശ്രദ്ധിക്കണം. അതിലൊരു വീഴ്ച പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെടുമ്പോൾ വലിയ ദുഃഖമാണ്, വലിയ സങ്കടമാണ്. നിസ്കാരത്തിലൊരു കുറവും വരുത്തരുത്. നിസ്കാരത്തിൽ എത്ര കണ്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അത്ര കണ്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങളെയും പരിഗണിക്കും. ശ്രദ്ധ വരും, നമുക്ക് സൂക്ഷ്മത വരും, നമുക്ക് സഹായം വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 10ാമത്തൊരു കാര്യം കൂടി ചുരുക്കി പറയട്ടെ. അൽ-ഇസ്തിഖാമത്തു അല സുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കലാണ്. സഹോദരങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും കാണിച്ചു തന്ന ശൈലിയില്ലേ, ആ ശൈലിയിൽ മുറുകെ പിടിച്ച് ജീവിക്കുക. അവർ കാണിച്ചെന്ന പാരമ്പര്യ ശൈലിയില്ലേ, വിശ്വാസപരമായും കർമ്മപരമായും അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക.
ഒരു സുന്നത്തിന് മാറ്റം വരുത്താൻ സ്വഹാബത്ത് സമ്മതിച്ചിട്ടില്ല. ഭരണാധികാരികളെ വരെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഭരണാധികാരി പെരുന്നാൾ നിസ്കാരവും ഖുതുബയും മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. പെരുന്നാളിന് നിങ്ങൾ നോക്കി നിസ്കരിച്ചിട്ടാണ് ഖുതുബ. ഇവിടെ എങ്ങനല്ലേ? ഇവിടെ നേരെ തിരിച്ചാ നിസ്കരിച്ചിട്ടല്ലേ ഖുതുബ? നേരത്തെ ഖുതുബ ഓതാൻ വേണ്ടി കയറിയപ്പോ സൊഫിലിരിക്കുന്ന സ്വഹാബി ഇങ്ങോട്ട് വലിച്ചു. എങ്ങോട്ടാന്ന് വെച്ചു. മിമ്പറിലേക്ക് കയറാൻ പോവുക. എങ്ങോട്ടാ? ഞാൻ ഖുതുബ ഓതാൻ പോകാണ്. നിസ്കരിച്ചിട്ടല്ലേ ഖുതുബ? നിസ്കരിച്ചിട്ട് ഞാൻ ഖുതുബ ഓതിയാൽ കേൾക്കാൻ ആരും നിൽക്കൂല, എല്ലാവരും പോയി പോകുന്നതാണ്. അത് നിങ്ങൾ നന്നാകത്തോണ്ടല്ലേ, അതുകൊണ്ട് ഇപ്പോൾ വിഷയം മാറ്റാൻ പറ്റുമോ? നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരൊക്കെ പോകുന്നതിന്, അതുകൊണ്ട് സുന്നത്ത് മാറ്റാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താ മാറ്റുന്നത്. നടക്കൂ മിഹ്റാബിലേക്ക്, നിസ്കരിക്കൂ, എന്നിട്ട് ഖുതുബ ഓതൂ. ആളുകൾ നിൽക്കാത്ത നിങ്ങളെ കുറവുണ്ടാണെങ്കിൽ നിങ്ങൾ നന്നായാൽ മതി, എന്നാ പ്രശ്നം തീർന്ന്. അതിനനുസരിച്ച് ഇവിടെ മാറ്റാൻ പറ്റൂല. ജുമുഅ പോലെ ആദ്യ ഖുതുബ ഓതാൻ വേണ്ടി കയറുകയായിരുന്നു ഭരണാധികാരി. അപ്പോഴാണ് സ്വഹാബിവരൻ പിടിച്ചു മാറ്റുന്നത്. സഹോദരങ്ങളെ, ആ സുന്നത്ത് ജമാഅത്തിൽ നമ്മളും അങ്ങനെ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കണം. സുന്നത്തായ കാര്യങ്ങളും സ്വഹാബത്ത് കൊണ്ടുവന്ന പാരമ്പര്യവും അത് അതേ രൂപത്തിൽ തന്നെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മാറ്റവും വരുത്തണ്ട. അതിൽ വളരെ പ്രധാനപ്പെട്ട അമലാണ് വിശുദ്ധ റമളാനിലെ തറാവീഹ് വരാനിരിക്കുന്നു. സ്വഹാബിമാരല്ലേ ജമാഅത്തിന്റെ രൂപത്തിൽ അത് രൂപം നടത്തി കാണിച്ചു തന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ അന്നത്തെ വലിയ ഖാരിആയ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാമാക്കി നിർത്തിയിട്ട് 23 റക്അത്ത് 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും അതങ്ങനെ തന്നെ നമ്മൾ നടപ്പിലാക്കി ശീലിപ്പിച്ചു കൊണ്ടുവരണം. എന്തേത് സ്വഹാബത്തിനോടുള്ള പിന്തുടർച്ചയാണ്, അത് മാറ്റേണ്ടതില്ല. സ്വഹാബിമാർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അവരെന്തെല്ലാം റൂട്ട് ഇവിടെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനൊന്നും ചേഞ്ച് വരുത്താത്ത വിധം അതിലെങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ താല്പര്യവും. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി. വ്യത്യസ്ത റൂട്ടുകളും വഴികളൊക്കെ നിങ്ങൾ കാണും. നിങ്ങൾ സ്വീകരിക്കേണ്ടത് മുസ്തഖീമായ സിറാത്ത് ഏതാണ്? സ്വഹാബത്തും താബിഈങ്ങളും ഉൾക്കൊണ്ട മഹാന്മാർ ഏത് വഴിയിലൂടെയാണോ വന്നത് അവർക്കത് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ആ വഴിക്ക് തന്നെ സ്വീകരിക്കണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനക്കാരെ തറാവീഹിനെ പറ്റി 36 എന്ന് റിപ്പോർട്ട് ചെയ്തു. 36 എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ? തറാവീഹിന്റെ സൗന്ദര്യമാണത്. തറാവീഹ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വിശ്രമിച്ചിട്ടുള്ള നിസ്കാരം എന്നാണ്. തറാവീഹൊന്നും വെള്ളത്തിലാക്കരുതിട്ടോ. ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് തറാവീഹിന് ഭാരം തൂങ്ങാൻ പാടില്ല. ഭാരം തോന്നിയാൽ തന്നെ ഫലം കിട്ടൂല. ജനങ്ങൾക്കിടയിൽ കടമ നിർവഹിച്ച ആൾക്കാരായി മാത്രം മാറും, ഫലം കിട്ടൂല. തറാവീഹ് നിസ്കരിക്കുന്ന ഫലല്ലേ? എന്താ വലിയ ഫലം? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാൻ മാസത്തിൽ ഒരാൾ തറാവീഹ് നിസ്കാരം നിസ്കരിച്ചാൽ അയാൾക്ക് വിശ്വാസത്തോടുകൂടെ, വിശ്വാസമുണ്ട് ഇത് സുന്നത്താണെന്നുള്ള വിശ്വാസമുണ്ട്. സഹാബത്തും നബിതങ്ങളൊക്കെ ചെയ്ത നല്ല സുന്നത്തായ പാരമ്പര്യമുള്ളതാണ്. വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചിട്ട്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒരിക്കലും ഇതൊരു നീണ്ട നിസ്കാരമാണെന്ന് തോന്നാൻ പാടില്ല. 20 റക്അത്തല്ലേ ഉള്ളൂ, 100 ഇല്ലല്ലോ, 20 റക്അത്തേ ഉള്ളൂ. മദീനക്കാരായ സ്വഹാബത്തിന്റെ തറാവീഹാണ് 36. എങ്ങനെ 36 വന്നത്? 4 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ള വിശ്രമത്തിൽ അവർ പിന്നെയും നിസ്കരിക്കും ഒരു 4. അങ്ങനെ അടുത്ത 4 ശേഷം പിന്നെയും നിസ്കരിക്കും 4. അടുത്ത 4 ശേഷം പിന്നെയും നിസ്കരിക്കും 4. അടുത്ത 4 ശേഷം പിന്നെയും നിസ്കരിക്കും 4. ഇങ്ങനെ 36 വന്നതാണ്. ആ തർവീഹത്തിന്റെ ഇടയിൽ, വിശ്രമത്തിന്റെ ഇടയിൽ വന്നതാണ്. അപ്പം മക്കക്കാരെന്ത് ചെയ്യും? അതിനിടക്ക് പോയിട്ട് 1-2 തവാഫ് ചെയ്തിട്ട് അവർ വരും. ജമാഅത്ത് പിന്നെ തുടങ്ങുമ്പോൾ അതിൽ കൂടും. കാരണം ആ വിശ്രമത്തിൻ്റെ ഇടയിലുള്ള ടൈമിലാണ് നമ്മൾ ദിക്ർ ചെല്ലുന്നത്, സ്വലാത്തും ചെല്ലുന്നത്. അത് ചെറിയ വിശ്രമ. ആ വിശ്രമത്തിൻ്റെ ഇടയിലുള്ള ദിക്റും സ്വലാത്തും മുടക്കി നമ്മൾ ഉറങ്ങരുത്. നമ്മൾ നല്ല ഉണർവോടുകൂടെ തറാവീഹ് നിസ്കരിക്കണം. മടുപ്പ് വരാൻ പാടില്ല. എന്നാ റബ്ബേ ഇതൊക്കെ ഒന്ന് തീർന്നിട്ട്, ഇനിയിപ്പോൾ 1 ആയി, ഇനിയിപ്പോൾ 29-30 ദിവസം സഹിക്കണമല്ലോ, ഒരു കൂലിയും കിട്ടില്ല. വെറുതെ
കൈ കെട്ടിയിട്ട് അങ്ങനെ നിന്ന് അള്ളാനെ കളിയാക്കണ്ട. നല്ല കരളുറപ്പോടെ നിൽക്കണം. ഈമാനൻ വഹ്തിസാബൻ. 20 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അല്ല സ്വഹാബത്ത് നിസ്കരിച്ചത്. ദീർഘിച്ച നിസ്കാരമാണ്. ധാരാളം മോദിയിട്ടാണ് നിസ്കരിച്ചത്. 2 ജുസും 3 ജുസും ഒക്കെ ഓതിയ സന്ദർഭങ്ങളുണ്ട്. മക്കത്ത് പോയി നോക്ക് നിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഒരു ഇമാമിൻ്റെ കയ്യിൽ 1.5 മണിക്കൂർ നേരത്തെ തറാവീഹിനെ സംബന്ധിക്കുന്നത്. നമ്മൾ 1:15 1:20 ആയാൽ പിന്നെ ഉസ്താദേ ഇന്നൊരു 5 മിനിറ്റ് കൂടിയിട്ടുണ്ട്, നാളെ അത് കറക്റ്റാക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ പള്ളിക്കല്ല, അവിടെ ഉണ്ടൊരു പള്ളി 3/4 മണിക്കൂർ കൊണ്ട് തീരും, നിങ്ങൾ പിന്നെ 16ാമത്തെ റക്അത്തിൽ എനിക്ക് പുറയിലെത്താൻ കഴിയും. അങ്ങനൊന്നും നമ്മൾ ആർക്കും വേണ്ടി ഓക്കാനിക്കണ്ട. ഇത് ആഖിറത്തിലേക്ക് ഉപകരിക്കാനുള്ള നിസ്കാരമാണ് എന്ന നല്ല കാഴ്ചപ്പാട് വേണം. ഒരു 29 രാത്രി ഒരു ചെറിയ അധ്വാനത്തിന് നമുക്ക് കഴിയൂലേ? നമ്മളെ മഹാന്മാരായ സ്വഹാബിമാരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തത്. വളരെ കഷ്ടപ്പെട്ടിട്ടല്ലേ. അപ്പം ചെറിയ അമലെങ്കിലും നമ്മളിൽ വേണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പോരായ്മയില്ലാത്ത അമലാകണം നമ്മുടെ അമലുകളൊക്കെ. അതിനാണ് കഠിനാധ്വാനം ചെയ്ത് ശ്രമിക്കേണ്ടത്. ഞാൻ ചുരുക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. നല്ലോണം ദ്വാരക്കേണ്ട ദിവസമാണ്. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് പലരും ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ആമീൻ ആവശ്യമുണ്ട്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ. ഒരു പക്ഷേ ഇന്ന് ശഅബാനിൻ്റെ അവസാനത്തെ രാവായിരിക്കും. നാളെ മാസം കണ്ട റമളാൻ്റെ 1ാമത്തെ രാവ് വരും. റമളാനു ശരീഫ് ആഗതമാകുന്നതോടുകൂടെ പരിവർത്തനത്തിൻ്റെ മാസമാണ്. നമ്മളൊക്കെ മാറണം. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ വിഷയങ്ങളൊക്കെ മാറി നമ്മൾ ശുദ്ധരാകണം. പരിശുദ്ധി റമളാൻ കൊണ്ട് കൈവരിക്കണം. ഈമാനൻ വഹ്തിസാബൻ നോമ്പിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റിട്ട് ഓനക്കൊരു മടുപ്പ്. ഇനി റബ്ബേ എത്ര ദിവസം, ഓരോ ദിവസവും 13 മണിക്കൂർ 13.25 മണിക്കൂർ ഇത് സഹിക്കണ്ടേ? ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു വിഷമവും തോന്നണ്ട. ഇബാദത്ത് എന്നുള്ള സൗന്ദര്യത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഇബാദത്താണത്. അല്ലാഹു തആല വളരെ ഇഷ്ടപ്പെടുന്ന ഇബാദത്താണ് ചെയ്യുന്നത്. നോമ്പ് ആ നിലക്ക് സ്വീകരിക്കണം. ആ നോമ്പ് നോറ്റിട്ട് ഞാൻ ആകെ കുഴങ്ങിപ്പോയി, എപ്പോൾ രാവിലെ 8 മണിക്ക് തന്നെ എന്ന നിലക്കാകണ്ട. നോമ്പ് നോറ്റിട്ട് ആ വിശപ്പ് സഹിച്ചിട്ട് നിസ്കരിക്കലും സുന്നത്ത് നിസ്കരിക്കലും ഖുർആനോദലും ഇത്തിക്കാഫിരിക്കലും വഅദ് കേൾക്കലും ദിക്ർ ചൊല്ലലും സ്വലാത്ത് ചൊല്ലലും അതുപോലെ തന്നെ മറ്റു ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യലും ഇതിലൊക്കെ മുഴുകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചിലരെന്ത് ചെയ്യും, നോമ്പല്ലേ എന്ന് കരുതിയിട്ട് സുബഹി നിസ്കരിച്ച് ഒരൊറ്റ കടത്തം കിടക്കും. അവർ പിന്നെ അതിൽ കാണുന്ന ലാഭം എന്താണെന്നറിയോ? പകൽ ആരെയും കുറ്റം പറയാനൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നോമ്പ് സ്വഹിയായി കിട്ടുമല്ലോ എന്നുള്ളതാണ്. വലിയ ലാഭമൊന്നും അതിലില്ല. കാരണം അവർ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നേരെ വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ആ പകലത്തൊക്കെ വൈകുന്നേരം കൂടി ബാത്തിലാക്കും. അങ്ങനെയുണ്ട്. മഗ്‌രിബിന് അങ്ങോട്ട് ഇറങ്ങും. 5 മിനിറ്റ് കൊണ്ട് നോമ്പൊക്കെ പലർക്കും പറിച്ചു കൊടുത്തു പോയി. അത് തന്നെ കിട്ടിയെങ്കിലായി, അതാണ് ആ കൊടുത്തത്. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു, ഓരോ ദിവസത്തെ നോമ്പിനെ പറ്റി വിശ്വാസി വിലയിരുത്തണം. ഇന്നത്തെ എൻ്റെ നോമ്പ് അല്ലാഹു തആല തള്ളിക്കളയുമോ? ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ? നല്ല ചിന്ത വരണം. അല്ലാ, ഇന്നെനിക്ക് ധാരാളം ഓതാൻ നേരം കിട്ടിയിരുന്നു, ഞാനത് വെറുതെ കളഞ്ഞല്ലോ, നാളെ മുതൽ കളയില്ല. കഴിവിൻ്റെ പരമാവധി ഖുർആൻ ഖത്മ് തീർക്കണം. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വഫാത്തായത് സുജൂദിലല്ലേ? സുജൂദിലായി വഫാത്തായി കിടക്കുന്ന സ്ഥലത്ത് ഹയാത്ത് കാലത്ത് 7000 ഖത്മ് നിർവഹിച്ച സ്ഥലമാണ്. വഫാത്തായി കിടക്കുന്ന സ്ഥലത്ത് സഹോദരങ്ങളെ 7000 ഖത്മ് ഖുർആൻ ഓതിയ സ്ഥലമാണെന്ന് പറയുമ്പോൾ എത്രയാണ് ആ സ്ഥലത്തിൻ്റെ ബഹുമാനം, എത്രയാണ് ആ മരണത്തിൻ്റെ സന്തോഷം. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം കുറക്കരുത്. ധാരാളം ഖത്മ് തീർക്കണം. ലൈലത്തുൽ ഖദ്ർ കണ്ട് ആസ്വദിച്ച് അനുഭവിക്കണം. അന്ന് മലക്കുകൾ വന്ന് നമ്മെ മുസാഫഹത്ത് ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ ശരീരവും ഖൽബുമൊക്കെ പാകപ്പെട്ട് കിട്ടണം. മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന അർത്ഥത്തിൽ കണ്ണീർ കണങ്ങൾ ഒഴിപ്പിക്കണം. മറ്റാരും കാണാനോ അവരൊന്നും പറയാനോ അല്ല. പാപപങ്കിലമായ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് തുറന്നു വെച്ച്
നല്ല നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് റബ്ബിനോട് പറയണം, അല്ലാ എൻ്റെ രഹസ്യം നിനക്കറിയാമല്ലോ, ഞാനെങ്ങാനും എൻ്റെ രഹസ്യത്തിൻ്റെ മറ മുഴുവനും നീക്കിയിട്ട് നിന്റെ കോർട്ടിൽ ജനങ്ങൾക്ക് മുന്നിൽ എന്നെ വെളിവാക്കപ്പെട്ടാൽ എന്നെപ്പോലെ പാപം ചെയ്തവനില്ലല്ലോ, എന്നെപ്പോലെ തെറ്റുകാരനില്ലല്ലോ. പക്ഷേ അവിടം എത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ മഹളായ ഫضل കൊണ്ട് നീ എനിക്ക് അഫൂ തരണം. ഈ റമദാനിൻ്റെ ഓരോ രാത്രിയിലും ഒരുപാട് ലക്ഷോപിലക്ഷം ആളുകൾക്ക് നീ അഫൂ കൊടുക്കുന്നില്ലേ? ഓരോ രാത്രിയും അള്ളാഹുവിനോട് കരഞ്ഞു പറയണം, മുഅ്മിനീങ്ങളെ ഒറ്റ രാത്രിയും അതിൽ നിന്ന് ഒഴിവാകേണ്ട, ഒറ്റ പകലും അതിൽ നിന്ന് ഒഴിവാകേണ്ട. ഇഖ്ലാസുള്ള മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ച് ധാരാളം ദുആ ചെയ്യേണ്ട മാസമാണ്. നോമ്പ് തുറന്നതിന് ശേഷം നല്ല സമയമല്ലേ, നല്ലതിൽ മുഴുകണം. പാകത്തിന് ഭക്ഷണം കഴിച്ച് തറാവീഹ് ലാഭകരമാക്കണം. ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞല്ലോ, നോമ്പല്ലാത്ത കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം കണക്കാക്കിയിട്ടാണ് നോമ്പ് തുറക്കുന്ന നേരത്തും കഴിക്കേണ്ടത്. നോമ്പല്ലാത്ത കാലത്ത് ഒരു നേരം എത്ര ഭക്ഷണം കഴിക്കും? രാവിലെ ഒരു 7 പത്തിരി 8 പത്തിരി അഞ്ഞിട്ട് ഒരു 11 ആയിക്കോട്ടെ, വിത്തറിന് എണ്ണം കണക്കുണ്ട്, അതിലൊന്ന് ചുരുക്കിയിട്ട് അത്ര ഒരു ഭക്ഷണം. ഇത് പത്തിരി 11 എണ്ണവും പൊറോട്ട 3 എണ്ണവും മറ്റുള്ളതൊക്കെ 3 എണ്ണിച്ചാണെങ്കിൽ എന്തായിരിക്കും ആ പള്ളൻ്റെ ഹാലൊരു ഭീകരമായ അവസ്ഥ. രണ്ടാമത്തെ റക്കാത്തിൽ തന്നെ അത് ഉറങ്ങി 25 കിലോ തൂക്കും ചില ആളുകളൊക്കെ. മറ്റുള്ളവന്മാർക്ക് തലയിട്ടാടിയിട്ട് ഇവൻ്റെ തലൻ്റെ കനം കൊണ്ട് മറ്റൊരും കുടുംബവും. പിന്നെ അവന് വീണു പോകാതിരിക്കാൻ വേണ്ടി കബഡിക്ക് നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കുക? എന്നാ പിന്നെ തെറിച്ചു പോകൂലല്ലോ. മറ്റേത് വീണിട്ട് അവനെ മൂക്കോ മറ്റൊക്കെ പൊട്ടിപ്പോകുന്നിരുത്തിയിട്ട് അങ്ങനെ ആകാൻ പാടില്ല. നമ്മളെ നോമ്പും നിസ്കാരവും വെറുതെ ആകാൻ പാടില്ല, കടമ്പുള്ളതാകണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജുഉ വല്ലതുഷ്, റുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയോ നിന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അവരെ ഉറക്കം പോയി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും അതുകൊണ്ട് കിട്ടില്ല. കിടന്നുറങ്ങിയാൽ ഉറക്കെങ്കിലും കിട്ടുമായിരുന്നു, അപ്പം അത് പോയി, ഉറക്കൊഴിച്ചു എന്നല്ലാതെ വേറെ ഫലമൊന്നുമില്ല. നോമ്പുകാരുണ്ട്, ദാഹം സഹിച്ചു ക്ഷീണം സഹിച്ചു എന്നല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഫലമില്ലാത്തതാകരുത്. കൺകുളിർക്കെ കാണാൻ പറ്റിയ നോമ്പും നിസ്കാരവും വേണം. അതുകൊണ്ട് പാപങ്ങളൊക്കെ പുറത്ത് കിട്ടണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനനുസരിച്ചുള്ള നിയ്യത്തോടെ ഇഖ്ലാസോടെ റമളാനു ഷരീഫ് വരുമ്പോൾ ദിക്റും ചൊല്ലി സ്വീകരിക്കുക. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുഷ്ദിൻ വഖൈർ എന്ന ആ ഒരു ദിക്റും ചൊല്ലി മാസം കണ്ടാൽ നമ്മൾ സുന്നത്തായ നിരക്ക് ചൊല്ലിയിട്ട് സ്വീകരിക്കുക. മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ദിക്റ് ചൊല്ലേണ്ടത് അങ്ങനെയാണ്. മാസം കണ്ടു, നാളെ ഇപ്പോൾ റമളാനല്ലേ, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലേ, വലിയ വിഷമായി പോയി. അങ്ങനല്ല, നല്ല സന്തോഷം കൊണ്ടാണ് അള്ളാഹിനോട് പറയുന്നത്, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു ഖൈറും വറുഷ്ദ്. നന്മയുടെയും നേർമാർഗത്തിൻ്റെയും ചന്ദ്രോദയം. റബ്ബെ, നല്ല നിലക്ക് ഈമാനോടെ ഇഖ്ലാസോടെ ഞങ്ങൾക്ക് മേൽ അത് ഉദിപ്പിച്ച് വലിയ ലാഭം ഉണ്ടാക്കി തന്നെ നമ്മൾ അള്ളാഹിനോട് ദ്വാരുന്ന്. ഓരോ റമളാൻ്റെ രാവിലും മലക്കുകൾ വിളിച്ചു പറയുന്ന ശബ്ദത്തിന് നമ്മൾ ശരിക്ക് കാതുർപ്പിച്ച് കേൾക്കണം. റമളാൻ്റെ രാത്രി നാളെ ആയാൽ എല്ലാ രാത്രിയും മലക്കുകൾ വന്ന് പറയും, യാ ബാഗിയൽ ഖൈരി യഖ്ബിൽ വയാ ബാഗിയശ് ശർരി യഖ്സിർ. നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് വാ, ഉറക്കം തൂങ്ങി നടക്കല്ല, അബോധാവസ്ഥയിൽ നടക്കല്ല, പലതിലൂടെയും അശ്രദ്ധാലുവായി പോകല്ല. വയാ ബാഗിയ ശർരി അഖ്സുർ. തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ അത് നിർത്തിക്കളയൂ, നീ അത് ചുരുക്കിക്കളയൂ. ഇത് റമളാനാൻ. ഇതെല്ലാ രാത്രിയും മലക്കുകൾ ചെയ്യുന്ന അനൗൺസ്മെന്റ് ആണ്. അത് അറിവില്ലാതിരിക്കരുത്, അത് കേൾക്കാതിരിക്കരുത്. അതുകൊണ്ട് വിശുദ്ധ റമളാനെ സ്വീകരിക്കാനും കൂടി പാകപ്പെടുത്തുന്ന രൂപത്തിൽ ഈ 10 സ്വഭാവങ്ങളും സ്വീകരിച്ച് വിശുദ്ധ റമളാനും അനന്തര ജീവിതവും സമ്പുഷ്ടമാക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു മനുഷ്യൻ അയാൾ സുഖിക്കാൻ വേണ്ടി, സുഖസൗകര്യത്തിന് വേണ്ടി
ധാരാളം സംഗീതോപകരണങ്ങൾ വാങ്ങി. അതും ആവശ്യമില്ലാതെ കാശ് ചെലവാക്കുന്നതിൽ പെട്ടതാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ വന്ന് അവിടെ പൊട്ടിക്കരയണമെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പെണ്ണുങ്ങളെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചു. ഇതൊരു ദുരുപയോഗമാണ്. ഉദാഹരണം പറഞ്ഞ, ഞാൻ മരിച്ചാൽ ഞങ്ങളൊക്കെ വന്ന് കരയണം, നിനക്കെത്ര വേണ്ടി? ഞാനൊക്കെ പൊട്ടിക്കരയണമെങ്കിൽ 10,000 വേണമെന്നാണ് ഒരാൾ. വേറെ ആൾ പറഞ്ഞു 7,000 വേണം, വേറെ 8,000 വേണം. ഇവരൊക്കെ വന്ന് കരയുമ്പോൾ സംഭവം ബഹുലാവൂലേ? അങ്ങനെ അതിനു വേണ്ടി നേരത്തെ ഏൽപ്പിക്കുക ദുരുപയോഗമാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങളിലുണ്ട്. അങ്ങനെ വരാൻ പാടില്ല, നമ്മൾ സൂക്ഷിക്കണം. ഒരാൾ ഓടിക്കാൻ വേണ്ടി വാഹനം വാങ്ങി, ദുരുപയോഗമല്ല, അത് ആവശ്യത്തിനാണ്. അയാൾക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു പാകത്തെ വീട് വെച്ചു, അത് ദുരുപയോഗമാണ്, അത് ആവശ്യത്തിനാണ്. എല്ലാവർക്കും ഒരുപോലത്തെ വീട് മതിയാവില്ല. കാരണം ചില വീട്ടിൽ 10 അംഗങ്ങളുണ്ടാവും, ചില വീട്ടിൽ 15 അംഗങ്ങളുണ്ടാവും. ചില വീട്ടിൽ ആളുകളൊക്കെ വന്നാൽ പിന്നെ വേറെ എവിടെക്കെങ്കിലും പോയി കിടക്കേണ്ടി ഒരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ ഈ സ്കൂൾ ലീവിനൊക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരും. ആര്? പുറത്ത് കെട്ടിച്ചയച്ച് വിട്ട പെങ്ങന്മാരും കുട്ടികളൊക്കെ. ഓരോരുത്തരുടെ കൂടെ 3 ആൾക്കാരുണ്ടെങ്കിൽ അതിന് ഇത്ര സ്ഥലം വേണം. അപ്പോൾ അതിന് കുറച്ച് വിശാലപ്പെടുത്തിയിട്ട് അത്യാവശ്യം പാകപ്പെടുത്തി ഉണ്ടാക്കി. അതൊരു മോശമല്ല, അത് ആവശ്യത്തിനാണ്. അല്ലെങ്കിൽ പിന്നെ അവരവിടെ കൊണ്ടുപോയി കിടത്തും തോട്ടത്തിലോ? അവർക്ക് കിടക്കാൻ സ്ഥലം വേണ്ടേ? അപ്പം അതിന് സൗകര്യപ്പെടുത്തിയൊക്കെ ഉണ്ടാക്കി. ഞാൻ മുമ്പ് എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഒരാൾ വലിയ വീടുണ്ട്, സൗകര്യമുള്ള വീടാണ്. ആ വീട്ടിൽ ഒരു റൂമുണ്ട്. അപ്പം അയാൾ അത്യാവശ്യത്തിന് നല്ല സമ്പന്നമായ വ്യക്തിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഈ ഒരു റൂം ഉണ്ടാക്കിയത് കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, അവർക്കൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് അധികാവൂലേ? അധികാവൂല. ഇതിവിടെ വന്ന് കുടുങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പം ചിലർ ട്രെയിൻ കിട്ടാതെ കുടുങ്ങും, ചിലരിവിടെ ഹോസ്പിറ്റലിലും മറ്റും വന്നിട്ട് റൂമില്ലാതെ കുടുങ്ങും. അവർക്കൊക്കെ കിടക്കാൻ സൗകര്യത്തിനാണ് ഈ റൂം. അത് വെറുതെ ആകുമോ? വെറുതെ ആകൂല, നല്ല കൂലി കിട്ടുന്നതിന്. 1 രൂപ വാടക വാങ്ങാതെയാണ് സഹായം ചെയ്യുന്നത്. എത്ര ആൾ കുടുങ്ങിപ്പോകും? എല്ലാവർക്കും എല്ലായിടത്തും കിടക്കാൻ പറ്റുമോ? കിടന്നാൽ തന്നെ ചിലർക്ക് ഉറക്കം വരുമോ? അപ്പോൾ ഒരു ശരീരത്തിനുള്ള ഒരു സുഖമല്ലേ, ആരോഗ്യത്തിന് വേണ്ടതല്ലേ ഉറക്കം. ആ ഉറക്കിനൊരു സൗകര്യപ്പെടുത്തി കൊടുത്തു, ചെറിയ സൗകര്യമില്ല. ഞാൻ പറഞ്ഞു, ഇത് ഊർത്താകൂല, അതിന് നല്ല കൂലി കിട്ടും. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചത് കുറേ റൂമുണ്ടായിട്ട് ഇങ്ങനെ അഹങ്കരിക്കുക എന്നുള്ളതല്ല, അത് ഉപയോഗപ്പെടുത്താനുള്ള മാർഗമല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ റൂമിൽ 2 ദിവസം കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഈ റൂമിൽ ഒരു ഭാര്യയും ഭർത്താവാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവരെന്താ സംഗതി? അവർ ഒരു കുടുംബത്തെ അന്വേഷിച്ച് വന്നാണ്. ആ കുടുംബക്കാരിവിടെ ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷെ അവരിവിടെ എത്തുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കുടുംബക്കാർ വേറൊരു ഭാഗത്തേക്ക് പോയി. അപ്പം അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇനിയും ഒരുപാട് പോകണം എന്ന് കരുതിയിട്ട് അവരിവിടെ വിശ്രമിച്ചു ഒരു ദിവസം. അങ്ങനെ വിശ്രമിച്ചു പോയതാണ്. അങ്ങനെ കുടുങ്ങുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ ഒരു സഹായത്തിന് എത്ര സ്ഥലത്ത് കാണാം അങ്ങനെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത്. ധാരാളം കാണാം. ചില സ്ഥലങ്ങളിലൊക്കെ വിശ്രമിക്കാൻ വേണ്ടി, യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി സൗജന്യമായി ഉണ്ടാക്കിയ സ്ഥലങ്ങൾ കാണാം. ഒരാളുണ്ടാക്കിയത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ, അവരെ വസ്തുക്കളൊക്കെ വെച്ച് അവർക്ക് ഇടക്കൊന്ന് വിശ്രമിക്കാൻ, 1 ദിവസം 2 ദിവസമൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി. വലിയ ഉപകാരമല്ലേ അത്? കാരണം നീണ്ട യാത്ര തുടരെ എല്ലാവർക്കും കഴിയൂല. അപ്പോൾ ഒന്ന് വിശ്രമിച്ച് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ പലയിടത്തും കാണാം അങ്ങനെ. അത് ദിക്ർ ചൊല്ലാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ദിക്ർ ഖാന കാണാം. കാൽപട്ടണത്ത് പോയാൽ അവിടെ വലിയൊരു ദിക്ർ ഖാനുണ്ട്. ദിക്ർ അല്ലാനേ പറ്റുള്ളൂ, വേറെ ഒന്നിനും സംഭവിക്കില്ല, ഉറങ്ങാനും സംഭവിക്കില്ല. ദിക്ർ ചൊല്ലാൻ പോരാ. പക്ഷേ നല്ല റാഹത്താണ് അതിൻ്റെ ഉള്ളിൽ ദിക്ർ ചൊല്ലാൻ. അത് ഒരാൾ വഖഫ് ചെയ്ത് ദിക്ർ എല്ലാം വേണ്ടി ഉണ്ടാക്കിയത്. വലിയൊരു കെട്ടിടം. ഒരു 100 ആൾ 150 ആൾ പോയാലും സുഖമായിട്ട് ദിക്റല്ല. അതിനെത്ര വലിയ കൂലിണ്ടാവും? സമ്പത്തില്ല ചിലവഴിച്ച് ദൂർത്തല്ല, ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കണം. അനാവശ്യകരമായിട്ടൊന്നും ചിലവഴിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 8ാമത്തൊരു കാര്യം, സ്വന്തത്തിനൊരു നിലക്കും അഹങ്കാരം സ്വീകരിക്കരുത്. ഞാനൊരു വലിയ ആളാകണം എന്നൊരു താല്പര്യമുണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ പുരോഗതി ആഗ്രഹിക്കരുത് എന്നല്ല. പുരോഗതി ഓരോരുത്തരും ആഗ്രഹിക്കും. ഞാനൊരു വലിയ ആളാണ് എന്നുള്ള നിലപാട് വേണ്ട. അപ്പം മറ്റുള്ളവരൊക്കെ ചെറിയവരാണ് തോന്നിപ്പോകും. മറ്റുള്ളവർ എന്നെക്കാളും എത്രയോ അറിവുള്ളവരാണ്. ഈ കൂട്ടത്തിൽ അങ്ങനെ എത്ര അറിവുള്ളവരുണ്ട്? നമ്മളെക്കാളും ധാരാളം സ്ഥാനമുള്ളവരുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവരുണ്ട്. അപ്പൊ സ്വമേധയാ പൊങ്ങച്ചം കാണിക്കരുത്. അതാണ് ഖുർആൻ പറഞ്ഞ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ.
പാരത്രിക ലോകത്തെ ഭവനം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഭൂമിയിൽ ധിക്കാരം ഉദ്ദേശിക്കാത്തവർക്കാണ്. വലാ ഫസാദാ, കുഴപ്പം സൃഷ്ടിക്കാനും ഉദ്ദേശമില്ല. നല്ല നിലക്ക് സഹകരിച്ച് സ്നേഹത്തോടെ ജീവിക്കുക. വേറൊരാളെ അഭിമാനം ക്ഷയപ്പെടുത്താനോ ക്ഷതമാക്കാനോ അയാളില്ല. അയാളെല്ലാവരോടും സ്നേഹത്തോടെ സഹവർത്തിത്തോടെ ജീവിക്കാനാണ്. ആരെയും ആക്രമിക്കാനും ഇല്ല. അങ്ങനൊരു അഹംഭാവമോ അഹന്തയോ ഇല്ലാതെ ജീവിക്കുന്ന നല്ലവർക്കാണ് അല്ലാഹു തആല പാരത്രിക ലോകത്തെ ഭവനം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ആയത്തും ഖാറൂനിന്റെ വിഷയത്തിൽ ഇറങ്ങിയതിന്റെ ബാക്കിയിൽ വന്ന ആയത്താണ്. ഹാറൂൻ നല്ല വിവരസ്ഥനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ തൗറാത്ത് കൊണ്ട് നല്ല വിവരമുള്ള ആളാണ് ഖാറൂൻ മുതലാളി. അത് വായിക്കാനും അത് പഠിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള ആളാണ്. പക്ഷേ ധിക്കാരം മൂർച്ച കൂടി പോയി. ജനങ്ങൾ ഖാറൂനോട് പറഞ്ഞു, ഖാറൂനെ, നിനക്ക് അല്ലാഹു തആലയാണ് ഈ സമ്പത്തൊക്കെ തന്നത്, അതുകൊണ്ട് അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു തആല ഔദാര്യം ചെയ്തതുപോലെ നീ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, ഭൂമിയിൽ അക്രമം ചെയ്യരുത്, കുഴപ്പമുണ്ടാക്കരുത്. അത് അല്ലാഹു ഒരു നിലക്കും തൃപ്തിപ്പെടൂല, റബ്ബ് ശിക്ഷിക്കും. ഹാറൂൻ പറഞ്ഞെന്താ അറിയോ? കിബറിന്റെ വർത്തമാനം, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, സമ്പത്തൊക്കെ എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് വലിയ വിവരമുണ്ട്, ആ വിവരം അനുസരിച്ച് എനിക്ക് കിട്ടിയതാ, ഞാൻ സമ്പാദിച്ചതാണ്, അല്ലാഹു തആല തന്നതാന്നുള്ളത് പറ്റ മറന്നു. അപ്പോഴാണ് അല്ലാഹു ചോദിച്ചത്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഖ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ, ഇവനെക്കാളും ആൾബലമുള്ള കൈകരുത്തുള്ള എത്ര പേരെ അല്ലാഹു തആല ഇതിനു മുമ്പ് ശിക്ഷിച്ചിട്ടുണ്ട്, അതിവൻ അറിഞ്ഞിട്ടില്ലയോ? അതുകൊണ്ട് അങ്ങത്തെ പൊങ്ങച്ചം കാണിച്ച് അഹങ്കാരം കാണിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ താറടിക്കാൻ വേണ്ടി നിന്നപ്പോ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെയും അവന്റെ കൊട്ടാരത്തെയും നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എത്ര സംഘശക്തി ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയോ? ആർക്കെങ്കിലും കൈപിടിക്കാൻ പറ്റിയോ? ഭൂമിയങ്ങ് അടിയിലേക്ക് വലിച്ചു കളഞ്ഞു. അവന്റെ സമ്പത്ത് പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അവനോടൊരു അനുകമ്പ ആർക്കും തോന്നരുത് എന്ന് കരുതിയിട്ടല്ലേ അവന്റെ കൊട്ടാരമടക്കം അല്ലാഹു തആല ഭൂമിയിലേക്ക് അയറ്റിയത്. ഒന്നും പുറത്ത് ബാക്കി വെച്ചില്ലല്ലോ. തലേ ദിവസം അവന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ താക്കീത് കേട്ടിട്ട് മടങ്ങിയ ആളുകൾ, പിറ്റേ ദിവസം ആ സ്ഥലത്ത് വന്നിട്ട് അവർ പറയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അല്ലാഹ് നമ്മക്ക് വലിയ അനുഗ്രഹം ചെയ്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, ഖാറൂന്റെ കൂടെ ഒരു സീറ്റും പ്രതീക്ഷിച്ച് നമ്മൾ നിന്നിരുന്നെങ്കിൽ നമ്മളെയും ഭൂമി ആഴ്ത്തിക്കളയുമായിരുന്നു. ഖാറൂന്റെ കൂടെ നിൽക്കണ്ടോ, മാറിക്കോളി, ഭൂമി ഇപ്പൊ വിഴുങ്ങാൻ പോകാണ്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പൊ കുറച്ചാൾക്കാർ കൂടെ തന്നെ നിന്നു. ജയിച്ച ഏതായാലും ഉറപ്പാ, ഖാറൂന്റെ കൊട്ടാരത്തിൽ ഒരു റൂം എങ്ങനെയും കിട്ടും, ഒരു ജോലി എങ്ങനെയും കിട്ടും. മുങ്ങിപ്പോയി, താഴോട്ട് താന്നുപോയി. ഫഹുവ യതജൽജലു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എത്ര കടുപ്പപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് കിബർ വരാൻ പാടില്ല, വലിയർത്താനം വരാൻ പാടില്ല, നല്ലോണം സൂക്ഷിക്കണം. കിബർ തോന്നാൻ പാടില്ല. എന്തിൻ്റെ പേരിലും കിബർ വരാൻ പാടില്ല. കിബർ വലിയ വിഷയമല്ലേ? ഇബ്ലീസിനെ അക്കോലത്തിലേക്ക് മറിച്ചത് കിബറല്ലേ സഹോദരങ്ങളെ? വലിപ്പം തോന്നിയതല്ലേ ഇബ്ലീസിന്, ഞാനാണ് വലിയ ആള്. അതുകൊണ്ട് അങ്ങനെ തോന്നാൻ പാടില്ല. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മിസ്കീന്മാരായ അടിമകളാണ്. അള്ളാഹു നമുക്ക് ഖൈറേറ്റി തരട്ടെ. 9ാമത്തെ അടയാളം അൽ മുഹാഫളതു അലസ്സലവാത്തിൽ ഖംസ്, 5 നിസ്കാരങ്ങളിൽ പതിവായി ശ്രദ്ധിക്കുക. 5 ഫർള് നിസ്കാരങ്ങൾ പതിവായി ശ്രദ്ധിക്കുക, ഒന്നും വിടാൻ പാടില്ല. അള്ളാഹു അങ്ങനെ പതിവായി ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്, ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. എപ്പോഴെങ്കിലും നിസ്കരിക്കാനല്ല, പതിവായി നിസ്കരിക്കാനാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഒക്കെ ഉണ്ടായിട്ട്, പ്രായപൂർത്തിയും ബുദ്ധിയും പകതിരിവൊക്കെ വന്നിട്ട് സഹോദരങ്ങളെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പരിഗണിക്കാതിരിക്കരുത്. അകാരണമായി നിസ്കാരം കൈയൊഴിക്കരുത്.
എന്ന് പറഞ്ഞാൽ അകാരണമായി എന്ന് പറഞ്ഞാൽ ഒരു കാരണം ഇപ്പുറത്തുണ്ടല്ലോ. ഉറക്ക് അനിയന്ത്രിതമായി ഉറക്ക് വന്നിട്ട് നിസ്കാരം ഖളായി പോയി, നിസ്കരിച്ചത് വീട്ടണം, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടൂല. എന്നും അങ്ങനെ 7 മണിക്ക് 8 മണിക്ക് എണീറ്റ് സുബഹി നിസ്കരിക്കുന്നതിനെ പറ്റിയല്ല, അതോൻ്റെ പതിവാണ്, അത് പതിവ് മാറ്റണം, അതിതിൽ കൂട്ടൂല. അതേ സമയത്ത് എന്നും അതായി നിസ്കരിക്കുന്ന ആള് അയാൾക്ക് എന്താണെന്നറിഞ്ഞുപോയില്ല, അയാളങ്ങ് ഉറക്കിൽ പെട്ടുപോയി, അല്ലെങ്കിൽ വിളിച്ചിട്ട് അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊന്നും അറിഞ്ഞില്ല, ഖളാ വിട്ടിയാൽ മതി, അല്ലാഹ് ശിക്ഷിക്കൂല. മറ്റൊന്നുള്ളത് മറതിയാണ്. പ്രായം കൂടുതലാകുമ്പോഴോ സന്തോഷം കൂടുതലാകുമ്പോഴോ ടെൻഷൻ കൂടുതലാകുമ്പോഴോ ഒക്കെ മറതി വരും. മറന്നുപോയി നിസ്കരിച്ചാൽ മതി, ആ വിഷയത്തിൽ ശിക്ഷയില്ല. അതേ സമയത്ത് നമ്മുടെ മറ്റു കാരണങ്ങളൊന്നും ഇതിന് കാരണമല്ല. രോഗം നിസ്കാരം പിന്തിക്കാനുള്ള കാരണം അല്ല. ആരോ മരിച്ചു, ആരോ ജനിച്ചു, അല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ചു, മക്കള് പ്രസവിച്ചു, അതൊന്നും നിസ്കാരം പിന്തിക്കാനുള്ള കാര്യമല്ല. വേറെ ഒന്നും കാരണമായി കൂട്ടൂല. പഠനവും അധ്യാപനവും കാരണമല്ല. നിസ്കാരം വളരെ പതിവായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരു നിലക്കും അതിൽ നിന്ന് ശ്രദ്ധ മാറി പോകരുത്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞെടുത്ത് മാത്രം അല്ലാഹു തആല അതേ ആ ഒരു ശൈലിയിലല്ലേ ഖുർആനിലൂടെ പറഞ്ഞത്. നിസ്കരിക്കൂ എന്നതിന് സ്വല്ലു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ നിസ്കരിക്കൂ. അത് പറയുന്നതിന് പകരം അഖീമുസ്സലാ അല്ലദീന യുഖീമൂനസ്സലാ അഖിമിസ്സലാത ലിദിക്രി, ഈ ശൈലി തന്നെ പറയാൻ കാരണം ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമായും നിത്യമായും ഉള്ള നിസ്കാരത്തിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിനാണല്ലോ കാര്യമായിട്ടുള്ള പരിഗണനയും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ശ്രദ്ധ മറക്കരുത്. എപ്പോഴും നമ്മൾ ആ വിഷയം നല്ലോണം പരിഗണിക്കുന്നവരാകണം, നല്ലോണം ശ്രദ്ധിക്കുന്നവരാകണം. എല്ലാവരും സംഭാവന കൊടുക്കണം. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്, അതിനെ വേണ്ട രൂപത്തിൽ എല്ലാവരും നന്നായി പരിഗണിക്കണം. എല്ലാവരും കൊടുക്കി സംഭാവന. കവർ കൊണ്ടുവന്നവരൊക്കെ ബക്കറ്റിലിടണം. അൽ മുഹാഫളത്തു അല സ്വലവാത്തിൽ ഖംസ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച കൊടുക്കാത്ത വിഷയമാണ് നിസ്കാരം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവായി പോയതുണ്ടെങ്കിൽ ആ നിസ്കാരം നമ്മൾ മടക്കണം, അത് വീട്ടണം. കാരണം എന്തേ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ അത്രയും വലിയ ശ്രദ്ധ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു പരിഹാരം വേറെ നിർദ്ദേശിച്ചിട്ടില്ല, നമ്മൾ വീട്ടുകയല്ലാതെ. ഹജ്ജ് അങ്ങനെയല്ലല്ലോ. ഹജ്ജ് നിർബന്ധമായിട്ട് നിർവഹിക്കാതെ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്തെടുത്ത് വേറെ ആരെങ്കിലും ഒന്ന് നിർവഹിച്ചാൽ ആ ബാധ്യത വീടും. നോമ്പ് നോൽക്കാതെ പോയ ആളാണെങ്കിൽ സമ്പത്തെടുത്ത് പകരം മുദ്ദ് കൊടുത്താൽ, ഫിദിയ കൊടുത്താൽ അത് വീടും. സക്കാത്ത് കൊടുക്കാത്തവന്റെ സക്കാത്ത് കൊടുത്താലും വീടും. നിസ്കാരം അങ്ങനെ പരിഹരിക്കപ്പെടുന്ന വിഷയം അല്ല. അതുകൊണ്ട് പ്രബല അഭിപ്രായ പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിസ്കാരം നമ്മൾ തന്നെ നിർവഹിക്കണം. കഴിവിന്റെ പരമാവധി സമയം അതിനു വേണ്ടി ചെലവഴിക്കണം, നീക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഒരു ഘട്ടത്തിലും അത് ഒഴിവായി പോകൂല. ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം ദായിമായി നിലനിർത്തണം. ബുദ്ധിയില്ലാത്ത കാലത്താണെങ്കിൽ പിന്നെ തക്ലീഫില്ല. മറ്റു കാലങ്ങളിലൊക്കെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കണം. റമളാനു ഷരീഫിൽ നിസ്കാരം കറക്റ്റായി നിർവഹിക്കാൻ പ്രതിജ്ഞയെടുത്ത് കഴിവിന്റെ പരമാവധി നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ അത് മടക്കി ഒരു നിസ്കാരവും പെരടിയിൽ ബാക്കി വെക്കാതെ പിരിഞ്ഞു പോകാൻ കഴിയണം. മഹത്തുക്കളൊക്കെ ആ വിഷയത്തിൽ വലിയ സന്തോഷം കൊണ്ടവരാണ്. എൻ്റെ ജീവിതകാലത്ത് നിസ്കാരം ഒരു വക്ത് പോലും ഖളാ ആയി പോയിട്ടില്ല എന്ന് പറഞ്ഞ മഹാരഥന്മാരെത്രയുണ്ട്. ധാരാളം മഹാന്മാരുണ്ട്. നിസ്കാരത്തിന്റെ മഹത്വമാണ് അവരാ പഠിപ്പിച്ചത്. കാരണം എന്തേ? പതിവായി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം കൊണ്ട് വലിയ ഗുണമുണ്ട്. ഹദീസിൽ പറഞ്ഞില്ലേ, മൻ ഹാഫള അലൈഹാ, പതിവായി നിസ്കരിക്കുന്നവനാണ്, ഒരൊറ്റ വക്തും ഖളാ ആകാതെ കൊണ്ട് നടക്കുന്നവനാണ്, കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, ആ നിസ്കാരം അവന് പ്രകാശമാകും, അവന് വലിയ പ്രമാണമാകും, അവന് വലിയ രക്ഷയാകും. നിസ്കരിക്കാതെ ജയിക്കാൻ പറ്റൂല.
അതാണ് ഏത് വിഷയങ്ങൾ പറയുമ്പോഴും നിസ്കാരം അതിൽ കടന്നു വരും. ഇതിപ്പോൾ നമ്മൾ 10 എണ്ണിയതാണ്. ഇനി വേറെ ഏതെങ്കിലും ഒരു അടയാളം, മുഅ്മിനീങ്ങളെ പറ്റിയുള്ള അടയാളം ഖുർആൻ എവിടെ പറഞ്ഞിട്ടോ നിസ്കാരം പറയാത്തൊരൊറ്റ സ്ഥലവുമില്ല. നിസ്കാരം മുഅ്മിന്റെ അടയാളത്തിൽ നിന്നൊരു നിലക്ക് ഒഴിവാകൂല. അതത്രയും കണിശതയുള്ളൊരു കാര്യമായിട്ട് തന്നെ കരുതണം. പഴയ കാലത്ത് നമ്മൾ പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഖളാഅതൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കുക. എന്നിട്ടൊക്കെ പൂർത്തീകരിച്ച് വീട്ടാനുള്ള തൗഫീഖിനും ദീർഘായുസ്സിനും ദ്വാരക്കുക. കഴിവിൻ്റെ പരമാവധി അങ്ങനെ പൂർത്തീകരിക്കുക. വേറൊരു മാനദണ്ഡം കൊണ്ടത് പൊറുക്കൂല. മരണപ്പെട്ടു പോയിട്ട് മക്കൾ ഒരു 2-3 ലോറിയിലൊന്നായിട്ട് കൊണ്ടുവന്ന് അരി വിതരണം ചെയ്തു എല്ലാവർക്കും. സ്വതക്കൻ്റെ കൂലി വേറെ ഉണ്ടാകും, നിസ്കാരത്തിന് വേറെ ഭാഗത്തുണ്ടാവും. നിസ്കാരം അതുകൊണ്ട് മാറ്റം കിട്ടൂല. വളരെ കണിശനമായിട്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയം നന്നായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അത് വലിയ രക്ഷക്കുള്ള കാരണമാണ് പതിവായ നിസ്കാരം. ഖുർആൻ ഷരീഫും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ആരാണ് വിജയിച്ചത്? ഖദ് അഫ്ലഹ മൻ തസക്ക, ഖൽബിനെ ശുദ്ധീകരിച്ചു. അതാണ് ഈമാൻ. ഈമാൻ നൽകി ശുദ്ധീകരിച്ചു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, ഈമാൻ ഖൽബ് കൊണ്ട് സ്വീകരിച്ചു. വദക്കറ സ്മ റബ്ബിഹി, നാവ് കൊണ്ട് അത് ഉച്ചരിച്ചു. അതാണ് ഖൽബിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് മൊഴിയണമെന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ഒരു കർമ്മം നോക്ക് നിങ്ങൾ, ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തു. നിസ്കരിക്കാതെ ജയിക്കൂല, അങ്ങനെ കരുതണ്ടാരും. വേറെ ഏതെങ്കിലുമൊക്കെ ചുളിവിലൂടെ ജയിക്കാൻ നടക്കൂല പരിപാടി. നിസ്കരിച്ചെങ്കിലേ ജയിക്കും. നിസ്കാരമില്ലെങ്കിൽ ഒരു നിലക്കും ഒരു റെക്കമെൻഡിലും ജയിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം വളരെ കാർക്കശ്യമായി കരുതണം. തക്ലീഫെത്തിയിട്ട് ഖളായി പോയ നിസ്കാരം വീട്ടാത്തതിനിയും പെരടിയുണ്ടെങ്കിൽ അത് വീട്ടിയേക്കണം. മരിക്കുന്നതിൻ്റെ മുമ്പ് കഴിവിൻ്റെ പരമാവധി സമയങ്ങൾ അതിന് വിനിയോഗിക്കണം. ഉമ്മമാരെ, മെൻസസിന്റെ സമയത്തും നിഫാസ് പുറപ്പെടുന്ന സമയത്തും അത് രക്തം നിന്ന നേരത്തും നിസ്കാരം ഖളായി പോയതുണ്ടെങ്കിൽ അത് വീട്ടണം. ളുഹർ ബാങ്ക് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊരു സഹോദരിക്ക് മെൻസസ് വന്നു. ഈ ളുഹർ നിസ്കാരം മെൻസസ് നിലച്ച് ശുദ്ധിയായ ശേഷം മടക്കി നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം ആ ളുഹർ പെരടിയിൽ വാജിബായിട്ടുണ്ട്. അത് മറന്നു പോകാൻ പാടില്ല. മെൻസസ് നിലച്ചപ്പോൾ അസുറിന്റെ നേരത്താണ്. കുളിച്ചു അസുർ മാത്രം നിസ്കരിച്ചാ പോരാ, ളുഹറും നിസ്കരിക്കണം. ഇശായിന്റെ നേരത്താണ് മെൻസസ് നിലച്ചത്, ശുദ്ധിയായത്. കുളിച്ചിട്ട് ഇശ മാത്രം നിസ്കരിച്ചാ പോരാ, മഗ്രിബും നിസ്കരിക്കണം. ഇശായിന്റെ നേരത്ത് മെൻസസ് ഒക്കെ നിലച്ചപ്പോൾ ഇപ്പൊ കുളിച്ചാല് കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വരും. പിന്നെ മൂപ്പരോടുകൂടെ ബന്ധപ്പെട്ട് പിന്നെയൊന്ന് കുളിക്കേണ്ടി. അതുകൊണ്ട് സുബൈയിലേക്ക് നീട്ടിയേക്കാ നല്ലത് എന്ന് കരുതിയാ വലിയ വിഷമം വരും. ഇവിടെ ഈ നിസ്കാരങ്ങൾ രണ്ടും ബോധപൂർവം ഒരു കാരണമില്ലാതെ പിന്തിച്ചു എന്നുള്ള വലിയ കുറ്റം വരും. അങ്ങനെ വരാൻ പാടില്ല. പ്രസവിച്ച് കിടക്കുന്ന സഹോദരി 40 ദിവസം കഴിഞ്ഞാൽ സാധാരണ പതിവല്ലേ 40? സഹോദരങ്ങളെ, അത് നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ള പതിവല്ല. 22, 23, 24 ആകുമ്പോഴേക്ക് രക്തം നിലക്കുന്നവരുണ്ട്. അവരോട് നല്ല ഉള്ളിച്ചോറൊക്കെ വെച്ച് കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രക്തം നിലച്ചാൽ ഓരോ ഭക്തും നിസ്കരിച്ചോളണം. കുട്ടിയെ ശുശ്രൂഷിച്ച് 40 വരെ കടന്ന് 40 ആകുമ്പോൾ ഒരു സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി, അതിലൊന്നും ഞാൻ തകരാറ് പറയുന്നില്ല. രക്തം നിലച്ചത് എപ്പോഴാണോ അത് നിലച്ച ശേഷമുള്ള നിസ്കാരം നിർബന്ധമായി നിസ്കരിക്കണം. 40 ആകട്ടെ എന്നിട്ട് നിസ്കരിക്കാം എന്നൊരു പതിവ് പറ്റൂല. അങ്ങനൊരു പതിവ് 40 വരെ അശുദ്ധിയുള്ളവർക്കാണ്. എല്ലാവരും അങ്ങനല്ല, പലരും അതിൽ നിന്ന് മാറ്റാണ്. 25 കഴിയുമ്പോൾ 30 കഴിയുമ്പോഴൊക്കെ രക്തം നിലച്ചുപോയി. അവർ കുളിച്ചിട്ട് നിസ്കരിക്കണം. ഓരോ ഭക്തിയിലും നിസ്കരിക്കണം, മുളു കൊടുത്ത് നിസ്കരിക്കണം. അവർ കുട്ടീനെ ശുശ്രൂഷിച്ച് കടന്നോട്ടെ, അതിനും തകരാറില്ല. അത് കുട്ടീനെ നോക്കാനും പരിപാലിക്കാനും അല്ലേ. പക്ഷെ 40 ആയിട്ടേ നിസ്കരിക്കാവൂ എന്നൊരു നയമല്ല. അതുകൊണ്ട് ആ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. രാവിലെ ജോലിക്ക് പോകുന്ന ഒരാൾ നിങ്ങൾ നോക്ക്, ആ സമ്പാദ്യം അല്ലാഹു തആല മുടക്കുന്നില്ലല്ലോ. ളുഹറും നിസ്കരിക്കുന്നില്ല, അസ്റും നിസ്കരിക്കുന്നില്ല. വൈകുന്നേരം വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം തൊണ്ടയിൽ കിട്ടിയാൽ എത്ര ഇടങ്ങേറുണ്ടാകും. കുടിക്കുന്ന വെള്ളം തായോട്ടിറങ്ങാതെ പോയാൽ അപ്പോഴല്ലേ റബ്ബിൻ്റെ നിഅമത്തിൻ്റെ വലിപ്പറിയുള്ളൂ. എത്ര നിസ്കരിക്കാൻ നടന്നിട്ടും അള്ളാഹു ഭക്ഷണം മുടക്കിയിട്ടുണ്ടോ? ആരോഗ്യം കുറച്ചിട്ടുണ്ടോ? ജോലി മുടക്കിയിട്ടുണ്ടോ? അല്ലാഹ് എത്ര വലിയ ഔദാര്യവാനാണ്. പക്ഷേ അത് കണ്ടിട്ട് അള്ളാഹു ഒന്നും ചെയ്യൂല എന്ന് കരുതരുത്. പിടികൂടാൻ വലിയ കഴിവുള്ളവനാണ്. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ,
നിശ്ചിത ടൈം വരാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്തിപ്പിക്കുകയാണ്. ഇവിടെ കഴിയാത്തത് കൊണ്ടാണെന്ന് ധരിക്കരുത്. ധാരാളം പേർക്ക് അല്ലാഹ് ശിക്ഷ കൊടുത്തതുണ്ടല്ലോ. നിസ്കാരം പതിവാക്കി നിസ്കരിച്ചാൽ അത് വലിയ പ്രകാശമാണ്. ഖിയാമത്ത് നാളിൽ വലിയ ഇരുട്ടല്ലേ, ഇവിടെ വലിയ വെളിച്ചം വേണ്ടേ? ടോർച്ചടിച്ച് വരാൻ അവിടെ ഭാര്യ വരുമോ? മുന്നോട്ട് ടോർച്ചടിച്ച് കാണിക്കാൻ മക്കൾ വരുമോ? വേറെ ആരെങ്കിലും വരുമോ? വെളിച്ചത്തോടെ മുന്നോട്ട് പോകുന്ന മുഅ്മിനീങ്ങളെ പിന്നാലെ മുനാഫിക്കുകൾ വന്നിട്ട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ, നിങ്ങളെ പ്രകാശത്തിൽ നിന്ന് അല്പം ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ അവരോട് പറയുമല്ലോ, ഖുർആൻ പഠിപ്പിച്ചില്ലേ, ഇർജിഊ വറാഅക്കും ഫൽതമിസൂ നൂറാ, വന്ന വഴിക്ക് തിരിച്ചു പോയിക്കോളൂ, വേറെ ഭാഗത്ത് പോയിട്ട് നൂറ് തേടിക്കോളൂ, ഞങ്ങളൊരു നൂറും നിങ്ങൾക്ക് തരില്ല. അപ്പോഴേക്ക് അവരെ മുന്നിൽ ഇരുട്ട് പടർന്നു പോയി. നല്ല പ്രകാശത്തോടുകൂടെ അവിടെ നടക്കണ്ടേ, പ്രമാണം വേണ്ടേ, ഐഡന്റിറ്റി കാണിക്കണ്ടേ? ഇവിടെ നിങ്ങൾ നോക്ക്, ഏതെല്ലാം സ്ഥലത്ത് ഐഡന്റിറ്റി കാണിക്കണം. ഖിയാമത്ത് നാളിലുള്ള മുഖ്യമായ ഐഡന്റിറ്റിയാണ് നിസ്കാരം. വബുർഹാൻ എന്നതൊരു പ്രമാണമാണ്, വനജാത്ത് എന്നത് രക്ഷയുമാണ്. അത് പതിവാക്കാത്തവനോ, അതേ പതിവായി നിസ്കരിക്കാത്തവൻ, അവൻ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകും, പിന്നെ പെരുന്നാളിനും പോകും, ആ ഒരു നിസ്കാരേ ഉള്ളൂ. വീട്ടിൽ വെച്ച് ളുഹുറുണ്ടോ ഇല്ല, അസുറുണ്ടോ ഇല്ല, അവൻ്റെ ജോലി അങ്ങനെ എടുക്കും, കിട്ടുന്നത് അങ്ങനെ ഭക്ഷിച്ചു കൂടും, നിസ്കാരം തീരെയില്ല. ബാക്കി എല്ലാ പരിപാടിക്കും ഉണ്ട്. ഒരിതിന് വിളിച്ചാലൊക്കെ റെഡി ആയിട്ട് വരും, വേറെ ഏത് കാര്യത്തിനും വരും, നിസ്കരിക്കൂല. പടിഞ്ഞാട്ടേക്ക് ഉന്തിയാലോ കേക്കോട്ടേ പോകുള്ളൂ, നിസ്കരിക്കൂല, കരവനില്ല. അങ്ങനെ പതിവില്ലാത്ത മനുഷ്യൻ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആള് ലം തകുല്ലഹു നൂറ, ഈ നിസ്കാരം അവന് വെളിച്ചത്തിന് വരൂല, അത് പ്രമാണമായി വരൂല, രക്ഷയായി വരൂല. അത് പറഞ്ഞിട്ട് തങ്ങൾ നിർത്തിയില്ല. വകാന യൗമൽ ഖിയാമ, പതിവായി നിസ്കാരം ശീലിക്കാത്തവൻ ഖിയാമത്ത് നാളിൽ മാ ഖാറൂൻ, നേരത്തെ പറഞ്ഞ ഖാറൂനിന്റെ കൂടെയാണ്. വഹാമാന വഫിർഔന, ഫിർഔന്റെ കൂടെയാണ്. ലക്ഷക്കണക്കിന് കുരുന്നുകളെ നിർദാക്ഷിണ്യം കൊന്ന ഭരണാധികാരിയല്ലേ ഫിർഔൻ. ഒരു പ്രതിപക്ഷ പോലും ഇല്ലാതെ ഭരണം നടത്തിയ ആളല്ലേ ഫിർഔൻ. ആ ഫിർഔനിന്റെ കൂടെയാണോ നിനക്ക് നിൽക്കേണ്ടത്? വഹാമാൻ, ആ ഫിർഔനിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ ഹാമാന്റെ കൂടെയാണ്. വഉബയ്യ് ഇബ്നു ഖലഫിൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൈകൊണ്ട് വെട്ടേറ്റ് മരണപ്പെട്ടു പോയ ശത്രുവല്ലേ ഉബയ്യ് ഇബ്നു ഖലഫ്, അവന്റെ കൂടെയാണോ നിൽക്കേണ്ടത്? നമ്മൾ ആലോചിക്കണം. പതിവായി നിസ്കരിക്കുന്നവരാരെ കൂടെയാണ്? മഅന്നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ ഖാറൂനിന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്, ഫിർഔനിന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്, ഹാമാന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ പതിവായ ശ്രദ്ധ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിൽ നല്ല ക്ഷമ പാലിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, അല്ലാഹു തആല കൽപ്പിച്ചില്ലേ, കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നബിമാരൊക്കെ അവരെ കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം ഇല്ലാത്തൊരൊറ്റ നബിയുല്ലല്ലോ. എല്ലാ നബിമാർക്കും അല്ലാഹ് നിസ്കാരം കൊടുത്തിട്ടുണ്ട്. വൗഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സകാ, എല്ലാ നബിമാർക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിസ്കാരം നിലനിർത്തണം. നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല.